ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മഷ്റൂമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെപ്പർ മഷ്റൂം മസാല. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ മഷ്റൂം ഒത്തിരി ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. വറ്റൽമുളക് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ സവോള കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്താൽ മതി, അത് ഓപ്ഷണലാണ്. ഇത് ഞാനൊരു നാടൻ ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളിയും കൂടെ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് ആ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഞാൻ 250 ഗ്രാംസ് മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലയൊക്കെ മഷ്റൂമിൽ പിടിച്ചു എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ഞാൻ ആ വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ ഇഷ്ടമാണ്, തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പെപ്പർ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് സൂപ്പറായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.